ചക്കപ്പഴം ഇരിപ്പുണ്ടോ വീട്ടിൽ? എങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് അടിപൊളി പലഹാരം, നല്ല സ്പോഞ്ച് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോണ്ടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ 20 വരിക്കച്ചക്കയുടെ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 3-4 കട്ട് ചെയ്തിട്ട് ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്കുണ്ടല്ലോ 1/2 ടീസ്പൂൺ ജീരകവും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും 4 ഏലക്ക തൊലി കളഞ്ഞതും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെ സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ചക്കപ്പഴം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 നുള്ള ഉപ്പും പിന്നെ 2 നുള്ള സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദയോ അരിപ്പൊടിയോ ചേർത്തിട്ട് വേണമെങ്കിലും ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ മാവ് ഇതുപോലെ ഇത്രയും ലൂസായിട്ടിരിക്കണം കേട്ടോ. അത് നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതേ രീതിയിൽ വീഴുന്ന ഒരു പരുവമുണ്ടല്ലോ, അത്രയും ലൂസായിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ചെറിയ തവിയിൽ മാവ് എടുത്തിട്ടുണ്ട്. കൈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഈ മാവ് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഈ മാവ് തവിയെ കോരിയെടുത്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരേ വലിപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേശ്ശെ മാവ് നമുക്ക് സ്പൂണിൽ കോരി ഒഴിച്ചിട്ടും വേണം ഇത് ചെയ്തെടുക്കാൻ കേട്ടോ. ഷേപ്പിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴേ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതാ നോക്കിക്കാൻ ഇതിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറി നല്ലതായിട്ട് ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ ഈ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ചക്ക ബോണ്ട എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം മാവ് എണ്ണയിൽ ഒഴിച്ചു കൊടുത്ത് വറുത്തെടുത്തു. അത് നോക്കിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.